നമസ്കാരം. ഞാൻ വായിച്ച കഥകളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത് ഒത്തിരി പേർ, ഞാൻ അറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി പേർ ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലെല്ലാം കുത്തിക്കുറച്ച ചില എഴുത്തുകളാണ്. അതിൽ ചിലത് വളരെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കായി ഞാനിവിടെ വായിക്കുന്നു. ഈ ഒരു എഴുത്ത് എനിക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് ഓർമ്മയില്ല. ഒരുപാട് വർഷം മുൻപ് എൻ്റെ കയ്യിലുള്ളതാണ്. വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് തന്നെയാവാം ആദ്യത്തെ തുടക്കം. നീ എൻ്റെ മുലകളെ ചുംബിച്ചിട്ടുണ്ട്. മുലകൾക്ക് നടുവിലെ ഇടം നീ അറിയുകയില്ല. അവിടെയുള്ള മറുകിനെ നീ കണ്ടിട്ടേയില്ല. നീ എൻ്റെ ചെവിക്കെട്ട് കിഴുകി വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ആ ചെവികളിൽ ചുണ്ടുകളാൽ ഇളക്കിയിട്ടില്ല. നീ നിൻ്റെ കാലുകളാൽ എൻ്റെ കാലുകളെ പിണഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ എൻ്റെ കാലുകൾക്ക് ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ല. നിനക്കറിയാവോ, എൻ്റെ വിരൽത്തുമ്പുകൾക്ക് നിൻ്റെ ചുംബനത്തിനായി ദാഹിച്ചിട്ടുണ്ട്. നിനക്ക് എന്നിൽ എന്നും പൊതുവായ ചിലയിടങ്ങളുണ്ട്. നീ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. നിന്നെ മാത്രം പോറുന്ന ഒരിടമുണ്ടെന്നിൽ, എൻ്റെ മനസ്സ്. നീ ഒരിക്കലും അതിൽ സ്പർശിച്ചിട്ടില്ല, ദർശിച്ചിട്ടില്ല. വിരലുകൊണ്ടല്ല നാഥ, വാക്കുകൾ കൊണ്ടാണ് തൊടാൻ പഠിക്കേണ്ടിയിരിക്കുന്നത്. നിനക്കതിന് കഴിയാതെ പോകുന്നു. ഞാൻ സ്വപ്നം കണ്ട ലോകം എനിക്കെന്നും അന്യമാണ്. നിനക്ക് അതെനിക്ക് സമ്മാനിക്കാനാകൂ. ഞാൻ വെറുതെ പ്രതീക്ഷിക്കുന്നു. അയാൾ ചിരിയോടെ ഡയറി മടക്കി. അവൾ രൂക്ഷമായി അയാളെ തന്നെ നോക്കി നിന്നു. ഇത് ശരിയല്ല സേതു. അനുവാദമില്ലാതെ എൻ്റെ ഡയറി വായിച്ചത് മാന്യതയല്ല. അവൾക്ക് വല്ലാതെ ദേഷ്യവും വിഷമവും വന്നു. തൻ്റെ സ്വകാര്യ ലോകം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവൾ തടയാൻ ശ്രമിച്ചതാണ്. പക്ഷേ സേതു ബലമുപയോഗിച്ച് ഡയറി കൈക്കലാക്കുകയായിരുന്നു. സേതു ചിരിയോടെ, മിനി, നീ ചൂടാകാതെ. നമ്മൾ തമ്മിൽ എന്ത് മാന്യത. ഓ, എന്നാലും നീ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്? നീ ആരാ, മാധവിക്കുട്ടിയോ? സേതു അവളെ ചേർത്ത് പിടിച്ചു. ഓ, ഞാൻ മാത്രമല്ല, മാധവിക്കുട്ടിമാർ വേറെയുമുണ്ട് ഒരുപാട്. സ്വപ്നങ്ങളെയും മോഹങ്ങളെയും ചുണ്ടിൽ പ്രോത്സാഹിപ്പിച്ച അവസ്ഥയിൽ. ആരും കാണുന്നില്ല. അവരെ ആരും അറിയാനും ശ്രമിക്കുന്നില്ല. അവൾ അവൻ്റെ കൈത്തട്ടി മാറ്റി ഡയറി എടുത്ത് അലമാരയുടെ അടുത്തേക്ക് നടന്നു. മിനി, എന്തു മൂർച്ചയാടി നിൻ്റെ വാക്കുകൾക്ക്. നിനക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് എടുത്തു തരട്ടെ. നീ എവിടെ തകർക്കുമുത്തേ. സേതു ചിരിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. സേതു, ഞാനൊന്ന് ചോദിക്കട്ടെ. സേതുവിന് എൻ്റെ ഡയറിയിൽ എഴുതിയത് വല്ലാതെ കൊണ്ടുവല്ലേ? അതല്ലേ മുൻപെന്നുമില്ലാത്ത ഈ പഞ്ചാര, ആ ചമ്മൽ മറയ്ക്കാൻ? അവൾ സേതുവിനെ തന്നെ നോക്കി നിന്നു. സേതുവിൻ്റെ മുഖം അവളുടെ സംശയത്തിനുള്ള ഉത്തരമായി മാറി. ശരിയാണ്. നീ ആഗ്രഹിച്ച പോലൊരു ഭർത്താവാകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് എത്രയാ മക്കൾ? സേതു വാക്കുകൾ പരുക്കനാക്കി. നിനക്കല്ല, നമുക്ക് 2 മക്കൾ. മിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ കൂടുതൽ സ്നേഹം തരാൻ എനിക്ക് കഴിയില്ല. നിന്നെ അമ്മയാക്കിയതാണ് എൻ്റെ സ്നേഹം, അല്ലാതെ നിൻ്റെ പൊട്ടക്കവിതയിൽ പറയുന്നതല്ല. സേതു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. മിനി ചിരിച്ചു, വല്ലാതെ. സേതുവിനെ തല്ലും, അതെനിക്കറിയാം. എന്നാലും ഞാൻ പറയുക, കുട്ടികളുണ്ടാകുന്നത് മാത്രമല്ല ഒരു ഭർത്താവിൻ്റെ സ്നേഹം. അതിന് ഭർത്താവ് എന്തിനാ? മറ്റാർക്കെങ്കിലും വഴങ്ങിക്കൊടുത്താലും അമ്മയാകാം. അപ്പോൾ അതല്ല സ്നേഹം, അതിനപ്പുറം എന്തോ ഒന്ന്. സേതുവിൻ്റെ വലത് കൈ സംസാരിച്ചു. നിറഞ്ഞ കണ്ണോടെ മിനി സേതുവിനെ നോക്കി. സേതു കലിയോടെ പുറത്തേക്കിറങ്ങിപ്പോയി. മിനി വാതിലടച്ചു.